43. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ പ്രതിപക്ഷത്തോട് കയർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെന്മാറ ഇരട്ട കൊലപാതകവും പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവും സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പോലീസ് വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ വിഷയത്തിൽ മറുപടി പറയവെയാണ് പിണറായി ക്ഷുഭിതനായത്. ഒരു ഡിവൈഎസ്പി മദ്യപിച്ചതുകൊണ്ട് പോലീസുകാരെല്ലാം മദ്യപാനികളാണെന്ന് പറയാൻ കഴിയുമോ എന്നാണ് പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. അധോലോകത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിന്റെ ഭീതി പടർത്താൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൻ ഷംസുദ്ദീനാണ് പ്രതിപക്ഷത്തു നിന്ന് പ്രമേയം അവതരിപ്പിച്ചത്. മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ബഹളം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി കയർത്തത്. വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംസുദ്ദീന് കഴിയാത്തതുകൊണ്ട് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണോ ധാരണയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല, കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചു. ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർന്നുവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിത്രമാകില്ല. അതിനെ മറ്റൊരു തരത്തിൽ മാറ്റി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്കുകൾ പൊള്ളുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 സംഭവങ്ങളിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെന്മാറയിൽ വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. നെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിപ്പിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥ ലംഘിക്കരുതെന്ന് കാട്ടി താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിനടുത്തിരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നുവെന്നും എൻ ഷംസുദ്ദീൻ ചോദിച്ചു. നെന്മാറയിൽ പോലീസിന്റെ വീഴ്ചയിൽ ഉറ്റവരെ നഷ്ടമായ അനാഥരായ 2 പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാനത്ത് പോലീസ് അഴിഞ്ഞാട്ടം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പത്തനംതിട്ടയിൽ രാത്രി ഒരു കുടുംബത്തെ അകാരണമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗുണ്ടാ തലവനും എസ്പിയും തമ്മിൽ ധാരണയുണ്ടാക്കുന്ന അവസ്ഥ മുംബൈയിൽ അധോലോകത്തിന് സമാനമാണെന്നാണ് ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തിയത്. തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയ ഗൂഗിൾ പേ വഴിയാണ്. കൈക്കൂലി വരെ ഡിജിറ്റലൈസ് ചെയ്തുവെന്നും നിങ്ങൾക്ക് അവകാശപ്പെടാമെന്നും ഷംസുദ്ദീൻ പരിഹസിച്ചു. പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്പീക്കർ എൻ ഷംസീറും തമ്മിൽ വാക്പോര്. കേരളം ഗുണ്ടകളുടെ കയ്യിലാണെന്നും പോലീസ് നിഷ്ക്രിയമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമായത്. പ്രസംഗത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് സ്പീക്കർ നടത്തുന്നത്. എന്റെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാകുമെന്ന് കരുതിയാണെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നും സതീശൻ പറഞ്ഞു. ചെയറിനെ കുറിച്ച് ഒരു മുതിർന്ന അംഗം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.